സബ് രജിസ്ട്രാറെ ഫോണിൽ തെറിവിളിച്ചും ഭീഷണിപ്പെടുത്തിയും അഭിഭാഷകൻ. പത്തനംതിട്ടയിലെ അഭിഭാഷകനായ KJ മനുവാണ് സബ് രജിസ്ട്രാർ അനിൽകുമാറിനെ തെറിവിളിച്ചത്. അഭിഭാഷകൻ തന്നെ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചു. മകന്റെ വിവാഹം രജിസ്റ്റർ ചെയ്ത സമയത്ത് രജിസ്ട്രാർ സംശയങ്ങൾ ഉന്നയിച്ചതാണ് അഭിഭാഷകനെ പ്രകോപിപ്പിച്ചത്. ആദ്യമ സംഭാഷണത്തിലേക്ക്. ഹലോ, സാറോ അനിൽകുമാർ സോമൻ ഉണ്ണിത്താൻ സാറാണോ? അതെ. ഞാൻ അഡ്വക്കേറ്റ് മനുവാണ് സാറേ. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ എന്റെ മോന്റെ കല്യാണം നടത്തിയില്ലയോ, ഓർമ്മയുണ്ടോ സാറിന്? ഒരു കല്യാണം നടത്തിയത്. അവിടെ വെച്ച് സാറ് ഈ സർനെയൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സാറിന്റെ പേര് അനിൽകുമാർ സോമൻ ഉണ്ണിത്താൻ അല്ലയോ? അല്ലല്ല, എന്റെ പേര് അനിൽകുമാർ എന്നേ ഉള്ളത്. സോമൻ ഉണ്ണിത്താൻ അതിനകത്ത് കണ്ടേക്കുന്നത്. അത് മാറ്റിയില്ലായിരുന്നില്ലേ? എടാ, നിന്നോടാ ഒരു കാര്യത്തിന് വന്നോണ്ടേ നീ ഈ അഹങ്കാരം പറഞ്ഞെന്താ? നല്ലൊരു കാര്യത്തിന് വന്നോണേ. എടാ, നിനക്കൊരു അന്തസ്സുണ്ടോടാ? ഞാൻ അവിടെ എന്റെ മോന്റെ കല്യാണത്തിന് അവിടെ വന്നോ, നിന്റെ അഹങ്കാരം അവിടെ ഞാൻ കണ്ടതാ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അല്ല, നിങ്ങൾക്ക് പാസ്പോർട്ടൊക്കെ എടുക്കുമ്പോഴേ അത് ബുദ്ധിമുട്ട് പറഞ്ഞതാ. പാസ്പോർട്ടൊക്കെ എടുക്കുമ്പോ ബുദ്ധിമുട്ടാവരുന്ന് എഴുതി പറഞ്ഞതാ, അല്ലാതെ എനിക്കൊന്നുമില്ല. അത് പോലീസ് കളിച്ചെന്നോടാ നിന്നെ അവിടെ എനിക്ക് അടുക്കണോ തോന്നിയാ അടിയാൻ തരും. നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരരുത് എന്നൊരു എടാ, ഞാൻ അവിടെ ആപ്ലിക്കേഷൻ തന്നിട്ടല്ലോ ഇത് കണ്ടത്. ഞാനത് നല്ല ഉദ്ദേശം അവിടെ വെച്ച് നീ എന്നോട് അവിടെ വെച്ച് ഞാന് ഉടൻ ചാടി വന്ന എന്റെ മോന്റെ കല്യാണമാകുന്നത്. നിന്നെ ഞാൻ മറക്കത്തില്ല, നിന്നെ ഉണ്ണിയാ വെച്ചേക്ക്. നിനക്ക് ഞാൻ പണി തരുവാ. നല്ല ഉദ്ദേശം പറഞ്ഞു എന്റെ സുഹൃത്തെ. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, മകന്റെ വിവാഹം രജിസ്റ്റർ ചെയ്ത സമയത്ത് രജിസ്ട്രാർ സംശയങ്ങൾ ഉന്നയിച്ചതാണ് ഈ അഭിഭാഷകനെ പ്രകോപിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, അഭിഭാഷക പരിഷത്ത് നേതാവ് കൂടിയാണ് KG മനു. അദ്ദേഹം RSS നേതാവാണ്, RSS പ്രവർത്തകനുമാണ്. അദ്ദേഹം റൗഡി ലിസ്റ്റിൽപ്പെട്ട ആളുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു അഭിഭാഷകന്റെ ഭാഗത്തു നിന്നാണ് ഈ സബ് രജിസ്ട്രാർക്കെതിരെ അശ്ലീലവും അസഭ്യം നിറഞ്ഞ ഫോൺ സംഭാഷണം നടത്തുകയും അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഇത്തരം ഒരു ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നതും ഈ KJ മനു തന്നെയാണ്. പിന്നീട് ഇദ്ദേഹം തന്നെ അത് അഭിഭാഷകരുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുകയും പിന്നീട് അത് നീക്കം ചെയ്യുകയും ഉണ്ടായ സംഭവമാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അഭിഭാഷകന്റെ മകന്റെ വിവാഹ സമയത്ത് രജിസ്ട്രാർ ചില നിയമപരമായ ചില പിശകുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് അതിൽ ചില സംശയങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അത് സാങ്കേതികമായ കാര്യമാണ്. ഈ ഫോൺ സംഭാഷണം തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, രജിസ്ട്രാർ സബ് രജിസ്ട്രാർ പറയുന്നത് അനിൽകുമാറിനോട് ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് ചൂണ്ടിക്കാട്ടുന്ന വൈകാരികമായി വിളിച്ച് അല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയോടുകൂടി ഇതിനകത്ത് അദ്ദേഹത്തിനെതിരെ അശ്ലീല സംഭാഷണവും തെറിവിളിയൊക്കെ നടത്തിയിരിക്കുന്ന തരം വലിയ വിമർശനത്തിന് ഇടവരുത്തിയിരിക്കുകയാണ് KJ മനുവിന്റെ ഈ നടപടി. കാരണം ഒരു ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുമ്പോൾ ആ ജോലി തടസ്സപ്പെടുത്തുക എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പിന്നീട് വിളിച്ച അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഉൾപ്പെടെയുള്ള ആ തരത്തിൽ സംഭാഷണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. നമുക്ക് തന്നെ ഇപ്പോൾ ഇത് കൂടുതൽ പറയാതെ തന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ആ സംഭാഷണത്തിന്റെ ശകലം, അതായത് അതിൽ കുറച്ചു പദം മാത്രമാണ് നാം കേൾപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ബീറ്റ് സൗണ്ടോടുകൂടി കേൾപ്പിച്ചിട്ട് പോലും അത് എത്രത്തോളം വളരെ മോശമായിട്ടാണ് ഒരു സംഘപരിവാർ പ്രവർത്തകനായിരിക്കുന്ന RSS പ്രവർത്തകനായിരിക്കുന്ന അഭിഭാഷക പരിഷത്തിന്റെ നേതാവ് കൂടിയായിരിക്കുന്ന KJ മനു കാട്ടിയതെന്ന് വ്യക്തമാണ്. അദ്ദേഹം അഭിഭാഷക പരിഷത്തിന്റെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്ററിലൊക്കെ തന്നെ വ്യക്തമാണ് പ്രവർത്തകനാണെന്നുള്ള കാര്യത്തിലും ആര്യ. ശരി, സുജു ടി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.